എൻ്റെ അമ്മ വരുന്നത് കണ്ടോ, എൻ്റെ അമ്മ വരുന്നത് കണ്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ഫസ്റ്റ് ഇൻട്രോ കണ്ടത് അമ്മ കടയിലൊക്കെ പോയിട്ട് വരുന്ന ടൈമിൽ എൻ്റെ പോയിട്ട് വരുമ്പോൾ ഉള്ളൊരു സന്തോഷ പ്രകടനമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇങ്ങനെ ന്യൂട്ടൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കാറില്ല. അപ്പോൾ എനിക്കൊരു കൊതി തോന്നിയപ്പോൾ പിന്നെ 1-2 തവണ കഴിക്കുന്നതിന് വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞയച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ബ്രെഡിൽ മുക്കി ന്യൂട്ടല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പണ്ട് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു. ഇപ്പോൾ ഒത്തിരി നാളായി ഇത് കഴിച്ചിട്ട്, ഇതിൻ്റെ കാര്യമേ മറന്നുപോയി. ഞാൻ എന്തോ ഒരു റീല് കണ്ടപ്പോൾ പിന്നെ അത് ഓർത്തെടുത്തതാണ്. അങ്ങനെ അമ്മ കടയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞയച്ച് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ വന്നുടനെ തന്നെ ഞാൻ ബ്രെഡും പൊട്ടിച്ചു ന്യൂട്ടലിലേക്ക് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അമ്മ നല്ല പേരൊക്കെ എനിക്ക് മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, നല്ല പഴുത്ത പേരൊക്കെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മണപ്പിച്ചിരിക്കുന്നത്. നല്ല മണമായിരുന്നു, പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും മണമായിരുന്നു. കഴിച്ചപ്പോൾ കുഴപ്പമില്ല, ചെറിയൊരു പുളിപ്പേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പേരയ്ക്കൊക്കെ കഴിച്ചിരുന്നപ്പോൾ അമ്മ പോയി ഒരു മുന്തിരിങ്ങ ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് വന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഗ്രേപ്സ് ജ്യൂസിനും എൻ്റെ നെയിൽ പോളിഷിനും ഒരേ കളറാണെന്നുള്ളത്. ഇതിപ്പോൾ ഒരു ടൈം വന്നിട്ട് ഒരു 11 മണി ടൈമിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ ഞാൻ കഴിക്കുന്നത്. അത് കഴിഞ്ഞിപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട്. ലഞ്ച് വന്നിട്ട് ചോറും നല്ല മരിച്ചിനി, അതുപോലെ തന്നെ ചെമ്പല്ലി ഫ്രൈയും ചെമ്പല്ലി കറിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഉച്ചയ്ക്കുള്ള മെഡിസിനൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഇതുപോലെ നട്ട്സ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ താമര നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വ്ളോഗിൽ. അപ്പോൾ ആ വ്ളോഗ് കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കൂ, ഞാനിവിടെ ഐക്കാട്ടി കൊടുത്തേക്കാവേ. അതിൽ ഫസ്റ്റ് താമര വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത് വിരിഞ്ഞു വരുന്ന മുട്ടകളാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മുട്ട ഉണ്ട് അതിൽ. പിന്നെ അമ്മ വിളക്കെത്തിക്കുന്ന ടൈമായി വരുന്നതുകൊണ്ട് അമ്മ വിളക്ക് വയ്ക്കാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും അമ്മയും കൂടെ എത്തി നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാനും അമ്മയും ഇതുപോലെ നടക്കാനൊക്കെ പോകാറുണ്ട്. ഏകദന്തം മഹാകായം ദത്തഗാഞ്ജനസഞ്ജഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനാഥം. ഇപ്പം ടൈം വന്നിട്ട് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിലൊക്കെ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മേല് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ എൻ്റെ ഡിന്നർ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. രാത്രിയിലത്തെ ഡിന്നർ വന്നിട്ട് ഇതുപോലത്തുള്ള ഫ്രൂട്ട് സലാഡൊക്കെയാണ് കേട്ടോ. ഞാൻ ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിച്ചിട്ട് കിടക്കാറ്. പിന്നെ ഞാനിപ്പോൾ തുടങ്ങിയൊരു ശീലമാണ്, രാവിലെ എണീച്ച ഉടനെ 2 സൈഡ് ഇങ്ങനെ പിന്നി കെട്ടാറുണ്ട്. ഇപ്പം തല വാഷ് ചെയ്യണ ദിവസമായാലും തലമുടി നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ കെട്ടാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കെട്ടിയിട്ട് രാത്രിയാകുമ്പോൾ കിടക്കാൻ നേരത്ത് ഇതിൻ്റെ തുമ്പൊന്ന് മടക്കി കെട്ടി വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ബെഡിലൊക്കെ ഉരയുമ്പോൾ തുമ്പിലൊക്കെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മടക്കി കെട്ടിയതിന് ശേഷം ഞാൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ എൻ്റെ ഈ കുട്ടി ചാനലൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.